ഹലോ, എന്തായാലും ഇപ്പോൾ കാശില്ലടി, ഞാൻ കാശ് കിട്ടുമ്പോൾ തരാട്ടാ. ഞാൻ കാശില്ലാത്തതാണ്. ഞാൻ കാശ് ആളൊക്കെ ചോദിച്ചിട്ടുണ്ട്, കിട്ടാൻ ഞാൻ തരും കേട്ടാ. എന്തായാലും വിശ്വാസമായിട്ടിരിക്കല്ല, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്, കഷ്ടപ്പാട് ദുരിതൊക്കെയാണ്. ഞാൻ കിട്ടുമ്പോൾ തരാട്ടാ. അതിലാകുമ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടാ. ആ സുകുമാരി കാശ് ചോദിച്ചു, എൻ്റെ കൊടുക്കാനില്ല, എന്തൊക്കെ ചെയ്യണം, ഒരു എത്തുമ്പത്തില്ലാന്ന് ആലോചിച്ചിരിക്കുക. ഇത് കൊണ്ടേ കൊടുക്ക്. അപ്പൊ നിങ്ങൾക്ക് എവിടെ പൈസ കിട്ടിയ? ഞാൻ ഓൺലൈൻ വർക്ക് ചെയ്തിട്ട് വീട്ടിലിരുന്നുണ്ട്. നിങ്ങളെ പറയാപ്പോൾ ഞാൻ ഫോണിൽ കളിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, ദിവസേന 2-3 മണിക്കൂർ ആകെ കൂടി മാറ്റി വെച്ചാൽ മതി. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആകെ കൂടി ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള കഴിവ് മാത്രം മതി, അറിവ് മാത്രം മതി. അത് മാത്രമല്ല, നമ്മളെ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ കുഞ്ഞു മക്കളുള്ളവർക്കും അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരു 10ന്റെ പൈസ ഉണ്ടാവില്ല. ഭർത്താക്കന്മാരെ കൈ നീട്ടിട്ട് ഗതികേടുള്ള കുറേ വീട്ടുകാരുണ്ട്. ഈ അടുക്കളയുടെ കീഴിൽ ഈ പെൺപിള്ളേർ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ജീവിക്കുന്ന കുറേ പെൺപിള്ളേരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ മാറി ചിന്തിക്കേണ്ട കാലഘട്ടമായി എന്നാണ് ഞാൻ പറയണത്. അപ്പൊ നമുക്ക് ഒരു 10 രൂപ വേണമെങ്കിൽ നമ്മൾ ഭർത്താവിന്റെ കയ്യിൽ കൈ നീട്ടേണ്ട ആവശ്യമാണ്. ഇനി ആ കൈ നീട്ടേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരേണ്ടതായിരിക്കും.